പരാജയം നെഞ്ചിൽ കൊണ്ടു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ വയ്യ. മാത്രമല്ല ഇപ്പൊ അവര് പറയുന്നത് ഇപ്പോ ആ പരാജയത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഈ പാട്ടാന്നാ. എന്തൊരു വൃത്തികേടാണ്, പരിഹാസ്യമായി പോയി എന്ന് പറയാതിരിക്കുക. CPM അല്ലെ അവരുടെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡൊക്കെ അവിടെ കുറെ കവർച്ചകർക്ക് അല്ലെ കൊള്ളകൾക്കൊക്കെ നേതൃത്വം നൽകി. അവർ പൊതുജന മധ്യത്തിൽ അപഹാസ്യരായി. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടേണ്ട പരമ്പരാഗത വോട്ടുകൾ പോലും മാറിപ്പോവുകയും ഒരു പ്രവർത്തനം നടത്താത്ത UDF ജയിക്കുകയും ചെയ്തു. അപ്പോഴാണ് CPM തിരിച്ചറിഞ്ഞത് ഈ പാട്ടിലൂടെ ഞങ്ങൾ അപഹസിക്കപ്പെട്ടല്ലോ. അപ്പോഴാണ് അയ്യപ്പ സ്നേഹം കൂടി വരുന്നത്. ഇതിനു മുമ്പ് കൈരളി ചാനലൊക്കെ പാട്ട് കാണിക്കുമ്പോഴേ അന്ന് കെ കരുണാകരൻ ഭയങ്കര സ്പീഡിലാണ് കാറിപ്പോകുന്നത്. അതിനെയൊക്കെ പരിഹസിച്ചുകൊണ്ട് കലാഭവൻ മണിയും നാദിർഷയും ഒക്കെ പാട്ട് ചെയ്തിട്ടുണ്ട്. എന്താ സ്പീഡിൽ പോകും മന്ത്രിയെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അന്ന് പരാതി ഒന്നും കൈരളി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള പാരഡി ഗാനങ്ങൾ അപഹസിക്കുന്ന രീതിയിലുള്ള വരികളൊക്കെ ഉണ്ടാവും. ഇപ്പൊ മാത്രം രാജു എബ്രഹാം ഉറഞ്ഞു തുള്ളിക്കൊണ്ട് വരുന്നു അല്ലെ CPM നേതാക്കൾ ഇത് വലിയ സൈബർ നീക്കമാണ്, കുറ്റമാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഇപ്പൊ ഇതിനകത്ത് വന്നത് തിരുവാഭരണ സംരക്ഷണത്തിന്റെ ആ സംഘടനയുണ്ട്. അതിന് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ പ്രസാദ് കുഴിക്കാലയാണ് DGPക്ക് പരാതി കൊടുക്കുന്നു. ഈ പ്രസാദ് കുഴിക്കാല പരാതി കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നിൽ CPM ഉണ്ടല്ലോ, വിളിച്ചു വരുത്തിയതായിരിക്കും. ഒരു കാര്യമില്ല അതിനകത്ത്. അത് മാത്രമല്ല, അത് ഇതൊന്നും കോടതിക്ക് മുമ്പിൽ അപ്പൊ കുഞ്ഞബ്ദുള്ള പറഞ്ഞല്ലോ, അദ്ദേഹം ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു ഞാൻ. എന്തെങ്കിലും മതം ഉണ്ടെങ്കിൽ മാപ്പ് പറയാൻ യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല, പക്ഷെ നിയമപരമായി നേരിടും, കോടതി പറയട്ടെ. അങ്ങനെ എടുക്കേണ്ട കാര്യമല്ലോ. ഇത് മനഃപൂർവ്വം വിളിച്ചു വരുത്തി ഉണ്ടാക്കിയ കേസാണെന്നേ. പിന്നെ വേറെ ഒന്നുണ്ട്, ഇപ്പൊ ഈ തോൽവിയുടെ വാർത്തകൾ ഇങ്ങനെ നിറയുന്ന നേരത്ത് മറിച്ചൊരു വാർത്ത വേണ്ടേ ഇതൊക്കെ ഒന്ന് മറച്ചു വെക്കാൻ? പ്ലാനാണ്, വളരെ പ്ലാൻ ചെയ്ത കേസുകളാണ്. ഇവരെ പ്ലാനുകളൊക്കെ അങ്ങനെയാ. എന്ത് വൃത്തിയുടെ. അല്ലെങ്കിൽ ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഇന്നലെ ഈ പരാജയത്തിന്റെ പേരിൽ ചരിത്രത്തിലാദ്യമായി പിണറായി വിജയൻ എന്ന നേതാവിനെതിരായിട്ട് കേരളത്തിലെ CPM സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തെ നിർത്തിപ്പൊരിച്ചു എന്നാണ്. ഈ വീരകേസരികളായ കുറെ ചെറുപ്പക്കാർ ആണല്ലോ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ കാര്യമായിട്ടുള്ളത്. അവരൊന്നും നാക്ക് പൊങ്ങുമായിരുന്നില്ല, നാക്കിന് ആണി അടിച്ചിരിക്കുകയായിരുന്നു ഇത്രയും കാലം. ഇപ്പൊ നിവൃത്തി കെട്ടപ്പോ പിണറായി തമ്പുരാനെതിരായിട്ട്, എന്താണ് കാരണഭൂതനെതിരായിട്ട് ആദ്യമായിട്ട് വർത്തമാനം പറയാ. അപ്പോ അതൊക്കെയാണ് ഇപ്പോഴത്തെ വാർത്ത. അതൊക്കെ ചർച്ച ചെയ്യേണ്ട നേരം കൊണ്ട് സഖാക്കളുടെ വായിലേക്ക് ഒരു വേറൊരു വാർത്ത വെച്ചു കൊടുക്കണമല്ലോ. അതിനാണ് ഈ കേസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.